ഈ രീതിയിൽ ആരോഗ്യകരവും രുചികരവുമായ പ്രഭാതഭക്ഷണം ഉണ്ടാക്കി കഴിച്ചാൽ ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾക്ക് അസുഖം വരില്ല. ഈ പാചകക്കുറിപ്പ് നാരുകളും പ്രോട്ടീനും കൊണ്ട് സമ്പുഷ്ടമാണ്, കൂടാതെ ഉണ്ടാക്കാൻ വളരെ എളുപ്പവുമാണ്. ഇതുണ്ടാക്കാൻ ഒരു മിക്സിംഗ് പാത്രത്തിൽ 1 കപ്പ് റാഗി, 1 കപ്പ് ചെറുപയർ, 1 കപ്പ് കടല, 1 കപ്പ് വെള്ളം എന്നിവ എടുത്ത് വെള്ളത്തിൽ നന്നായി കഴുകിയ ശേഷം കുതിർക്കണം. അതിനാൽ വെള്ളം ചേർത്ത് 7 മുതൽ 8 മണിക്കൂർ വരെ അല്ലെങ്കിൽ ഒരു രാത്രി മുഴുവൻ കുതിർക്കാൻ വയ്ക്കുക. 3 ചേരുവകളും വളരെ ഗുണം ചെയ്യുന്നതും പ്രോട്ടീൻ കൊണ്ട് സമ്പുഷ്ടവുമാണെന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. അതിനാൽ നിങ്ങൾ ഈ പ്രഭാതഭക്ഷണം പരീക്ഷിക്കണം. 7 മുതൽ 8 മണിക്കൂർ വരെ ഇത് നന്നായി കുതിർക്കും. ഇനി വെള്ളം ഊറ്റിയെടുത്ത് ഒരു മിക്സർ ഗ്രൈൻഡർ ജാറിൽ ഇടണം. ഇത് പൊടിക്കാൻ അധികം വെള്ളം ആവശ്യമില്ല. വെള്ളം ഊറ്റിയെടുത്ത ശേഷം മിക്സർ ഗ്രൈൻഡർ ജാറിൽ ഇടുക. ഈ സമയത്ത് കുറച്ച് കഷണം ഇഞ്ചി, 2-3 പച്ചമുളക്, 2-3 ടേബിൾ സ്പൂൺ തൈര് എന്നിവ ചേർക്കുക. മൂടി അടച്ച് മിനുസമാർന്നതുവരെ പൊടിക്കുക. ഞാൻ ഇത് 2 ബാച്ചുകളായി പൊടിച്ചു. ഇനി രുചിക്ക് ഉപ്പ് ചേർത്ത് നന്നായി ഇളക്കുക. പുളിപ്പിക്കണമെങ്കിൽ 6 മുതൽ 7 മണിക്കൂർ വരെ ചൂടുള്ള സ്ഥലത്ത് വയ്ക്കുക. പുളിപ്പിച്ചു കഴിഞ്ഞാൽ ഇഡ്ഡലി എളുപ്പത്തിൽ ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് ദോശ ഉണ്ടാക്കാം. പാൻ നന്നായി ചൂടാക്കി അതിൽ മാവ് വിതറുക. ഒരു വശം ക്രിസ്പി ആകുന്നതുവരെ ഇടത്തരം തീയിൽ വേവിക്കുക. ഒരു വശം വെന്തു കഴിയുമ്പോൾ മുകളിൽ കുറച്ച് നെയ്യ് പുരട്ടുക. മസാല വിതറുക. ദോശയുടെ മുകളിൽ തുല്യമായി വിതറുക. തുടർന്ന് മടക്കി പുറത്തെടുക്കുക. ഒരു ക്രിസ്പി ദോശ തയ്യാറാണ്. രണ്ടാമത്തെ ദോശയും നമ്മൾ അതേ രീതിയിൽ ഉണ്ടാക്കും. ഇതും ഒരു വശം വേവിക്കുമ്പോൾ കുറച്ച് എണ്ണ പുരട്ടുക. ഈ ദോശ കൂടുതൽ ആരോഗ്യകരമാക്കാൻ നിങ്ങൾക്ക് മുകളിൽ കുറച്ച് പനീർ അരച്ചെടുക്കാം. ഇത് രുചി കൂടുതൽ വർദ്ധിപ്പിക്കുന്നു. പനീർ അരച്ചതിനു ശേഷം നിങ്ങൾക്ക് മുകളിൽ കുറച്ച് ചാറ്റ് മസാല തരാം. ഈ ചൂടുള്ളതും രുചികരവുമായ ദോശ പാചകക്കുറിപ്പ് വിളമ്പുക. ഇത് പ്രോട്ടീൻ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, നാരുകൾ കൊണ്ട് സമ്പുഷ്ടമാണ്, മാത്രമല്ല നിങ്ങൾക്ക് വയറു നിറയുന്നതുപോലെ തോന്നുകയും ചെയ്യും.